നമസ്കാരം. ലാലീസ് വീട് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ എത്തുമ്പോൾ ഭക്ഷണം കഴിക്കാറുള്ള ഐശ്വര്യ ഹോട്ടലിൽ നിന്ന് നല്ല ഐശ്വര്യമായി തന്നെ ഊണ് കഴിച്ചു. കാരണം ഈ ഏരിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് ഉച്ച സമയമാണെങ്കിൽ അവിടുത്തെ ഫുഡ് വളരെ നല്ലതാണ്. ഊണ് കഴിക്കാതെ പോകാറില്ല. ഞങ്ങളിവിടെ എത്തിയത് എൻ്റെ ഓഫീസിൻ്റെ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കുറച്ച് നേരത്തെ തന്നെ ഉച്ചയോടും കൂടി തന്നെ ആ പ്രോഗ്രാം ഞങ്ങളുടെ ഫീൽഡ് വർക്ക് അവസാനിച്ചു. പെട്ടെന്ന് തോന്നിയൊരാശയമാണ്. നമുക്ക് ഇവിടെ അടുത്താണല്ലോ പൊന്മുടി. നിരവധി പ്രാവശ്യം പോയിട്ടുണ്ട്. എങ്കിലും വെറുതെ ഇപ്പോൾ ഇന്ന് നല്ല കാലാവസ്ഥയാണ്, നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. അപ്പോൾ അത് കാരണം ഒന്ന് പോയി ഒന്നുകൂടെ കാണാം, ഒന്ന് എൻജോയ് ചെയ്യാം, ഒരു യാത്ര ഒന്ന് പോയാലോ എന്ന് പെട്ടെന്ന് തോന്നിയതാണ്. ഹെയർ പിൻ വളവുകൾ ധാരാളമുള്ളത് കൊണ്ട് എനിക്ക് പൊന്മുടിയിലേക്കുള്ള യാത്ര എൻ്റെ കാറ് കൊണ്ടുപോകാനൊരു ചെറിയൊരു പേടി തോന്നിയതുകൊണ്ട് ആനപ്പാറ ജംഗ്ഷനിലുള്ള ഈ ഭക്ഷണം കഴിച്ച ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞാൻ വണ്ടി ഒതുക്കിയിട്ട് ഞങ്ങൾ നമ്മുടെ സ്വന്തം പ്രിയദർശിനിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് ഇങ്ങനെ ഹെയർ പിൻ വളവുകൾ കറങ്ങിത്തിരിഞ്ഞ് മല കയറി ഇങ്ങനെയുള്ള യാത്ര വളരെ നമുക്ക് എൻജോയ് ചെയ്യണമെന്ന് ഞങ്ങളൊന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായും അത് നടക്കുക തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1100 മീറ്റർ ഉയരെ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ പൊന്മുടിയിലെ കാലാവസ്ഥ മിക്കവാറും എല്ലാ സമയവും തണുപ്പായിരിക്കും. ഞങ്ങളൊരു ഏകദേശം ഒരു 3:30 മണിയോടും കൂടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ നിറഞ്ഞ ടൂറിസ്റ്റുകളാണ്. നല്ല ഒരു ഇവിടുത്തെ തണുപ്പും കോടമഞ്ഞും ആസ്വദിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഇന്ന് അവധി ദിവസമല്ല, പ്രവൃത്തി ദിനമാണ്. എന്നിട്ടും നല്ല തിരക്കാണ് ഇവിടെ ഉള്ളത്. ഞങ്ങളും അവർക്കൊപ്പം കൂടി. പൊന്മുടി എന്ന പേര് വരാൻ കാരണം ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. മലദൈവങ്ങൾ പൊന്നു സൂക്ഷിക്കുന്ന സ്ഥലമാണ് പൊന്മുടി, അങ്ങനെയാണ് പേര് വന്നതെന്ന് പറയപ്പെടുന്നു. പൊന്മുടിയിലെ തേയിലത്തോട്ടങ്ങൾ വളരെ പ്രശസ്തമാണ്. അതുപോലെ വിതുര കല്ലാർ നദിയിലേക്കുള്ള ഒരു കവാടവും കൂടിയാണ് പൊന്മുടി. ഇവിടെയൊക്കെ ചുറ്റി നടന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടുത്തെ സൗന്ദര്യം ഒന്ന് നന്നായിട്ട് ആസ്വദിച്ചു. ഇപ്പോൾ കോടമഞ്ഞ് അകലെ ഇറങ്ങുന്നുണ്ട്, അത് കാണാം. ഞങ്ങളുടെ തൊട്ടടുത്തൊന്നും ഇല്ല. ഇവിടെ നല്ല ക്ലിയറാണ്, തെളിഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ തണുപ്പുണ്ട്, അത്യാവശ്യം ചെറിയ തണുപ്പൊക്കെ, നല്ല രീതിയിലുള്ള തണുപ്പ് വരുന്നുണ്ട്. ചെറുതല്ല, തണുപ്പുണ്ട്. അപ്പോൾ താഴെ ഒരു കോഫി ഹൗസ് ഉണ്ട്. ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായ ഒരു കോഫി ഹൗസ് ഉണ്ട്. ഞങ്ങൾ അവിടേക്ക് ഇറങ്ങി പോവുകയാണ്. ഇവിടെ നിന്നും ഞങ്ങൾ നല്ല ഒന്നന്തരം കട്ടൻ ചായയും വാഴയിലയിലെ അടയും കഴിച്ചു. ഇവിടുത്തെ തണുപ്പിനും ഇവിടുത്തെ സാഹചര്യത്തിനും അനുസരിച്ച് തന്നെയുള്ള നല്ല ഒന്നന്തരം നല്ല ചൂടിനുള്ള കട്ടൻ ചായയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇത് കുടിച്ച് ഞങ്ങൾ വീണ്ടും പ്രിയദർശിനിയിൽ തന്നെയാണ് താഴേക്ക്. ഓരോ മണിക്കൂറും ഇടവിട്ട് ബസ്സുള്ളതിനാൽ നമുക്ക് ഇപ്പോൾ സ്വന്തം വാഹനത്തിൽ തന്നെ വരണമെന്നില്ല. ബസ്സുണ്ട്, ബസ് സൗകര്യമുണ്ട്. വിതുരയിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും, തിരുവനന്തപുരത്ത് നിന്നും നെയ്യാറ്റിൻകരയിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നും ബസ് സർവീസ് ഇവിടേക്കുണ്ട്. ഓരോ മണിക്കൂർ ഇടവിട്ട് ബസ് വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് യാത്രയ്ക്ക് ഇങ്ങോട്ട് വരുന്നവർക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാം കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ബസ് കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ബസ്
6:20 കൂടി തിരിച്ചു പോകുമെന്നാണ് പറയുന്നത്. വന്നിട്ട് തിരിച്ച് അവസാന ടൂറിസ്റ്റുകളെയും കൊണ്ട് താഴേക്ക് മലയിറങ്ങും. അതിനുശേഷം ബസ് ഇങ്ങോട്ട് വരില്ല. 4:30 മണിക്ക് ശേഷം പൊന്മുടിയിലേക്ക് ചെക്ക് പോസ്റ്റിൽ നിന്നും കടത്തിയും വിടുന്നില്ല എന്നുള്ളതാണ് അറിയുന്നത്. അപ്പോൾ ഏതായാലും ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം നല്ല ഒരു എൻജോയ് ചെയ്ത് ഒരു യാത്ര ആസ്വദിച്ചു. അതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ ഇനിയും വരാം എന്ന് പൊന്മുടിയോട് പറഞ്ഞ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്.